ഞാൻ ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഹെയർ പാക്കുകൾ വളരെ കുറവാണ്. അതിലും ഈ താളിയൊക്കെ ആണെങ്കിൽ എൻ്റെ മുടി പെട്ടെന്ന് ഡ്രൈ ആക്കുന്നതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യാറുമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു താളിയാണെങ്കിൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി, ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു താളിയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ എൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 100 അല്ല 200% പെട്ടെന്ന് റിസൾട്ട് തരുന്ന ഒരു അടിപൊളി താളിയാണിത്. അത്രയും വർക്കിംഗ് ആണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ ഈ വെക്കേഷൻ ഹെയർ പാക്കായിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു താളി തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഹായ് ഹലോ ദിസ് മിസ് ഓയിലി ഹെയർ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്കിന് മുന്നേ ആയിട്ട് ഞാൻ എണ്ണ തേച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഹെയർ കളർ ചെയ്തായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാവേ. ഇപ്പം ഞാൻ മുടിയിൽ എണ്ണ ചെറുതായിട്ടൊന്ന് തേച്ചിട്ടാണ് ഈ താളി ഇടാൻ വേണ്ടിയിട്ട് പോണത്. എൻ്റെ അടുത്ത് എല്ലാവരും മെസ്സേജ് ഇട്ട് ചോദിക്കുന്ന കാര്യമാണ് പെട്ടെന്ന് മുടി തിക്നെസ് വേണം. അങ്ങനെ പെട്ടെന്ന് തിക്നെസ് വേണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ തേച്ച് തുടങ്ങിക്കോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 1 സ്പൂൺ ഉലുവ മതി, പിന്നെ 1 സ്പൂൺ തേയിലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തേയിലപ്പൊടി തിളയ്ക്കാൻ എടുക്കുന്ന സമയം മാത്രം മതി. തിളച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ ഉലുവയും വീർത്ത് വന്നോളും. ഇതാണ് നമ്മുടെ താളിക്ക് വേണ്ട ശരിക്കുള്ള സാധനം. വെണ്ടയ്ക്ക, പിന്നെ കുറച്ച് ചെമ്പരത്തി, 2 ചെമ്പരത്തി മതി. അത് ഇഷ്ടമുള്ള ചെമ്പരത്തി എടുക്കാം, അടുക്ക് ചെമ്പരത്തി അല്ലാത്ത ചെമ്പരത്തി എന്ത് വേണമെങ്കിലും എടുക്കാം. അത് ഈ വെണ്ടയ്ക്ക നന്നായിട്ട് ക്ലീൻ ചെയ്ത് അരിഞ്ഞു വയ്ക്കുക, ചെമ്പരത്തിയും കൂടെ ഇടുക, എന്നിട്ട് നന്നായിട്ട് ഈ വെള്ളം തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങനത്തെ ഒരു കളറിലാണ്, ചെമ്പരത്തിയുടെ കളറൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് ഈ കളറിനാവും. തൊടുമ്പോഴത്തേനും ഒരു പശ പോലെ നമുക്ക് തോന്നും കേട്ടോ. ആ ഒരു പരുവത്തിന് എടുക്കണം. ഇതാണ് നമ്മുടെ ശരിക്കും താളി. ആ തേയില ഉലുവയും കൂടെ അരച്ചത് വേറെ ഹെയർ പാക്കിൻ്റെ ഒരു സാധനമാണ്. ഇതാണ് നമ്മുടെ താളി എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോണത്. എല്ലാം ഒരുമിച്ച് എടുക്കേണ്ട, നമുക്ക് ഈ താളി കുറച്ച് മാറ്റി വെച്ചേക്കാം. കാരണം ഈ ആഴ്ച തന്നെ അടുത്തൊരു ഹെയർ പാക്കും കൂടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ താളിയുടെ ആവശ്യമുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇറങ്ങുന്ന വെണ്ടയ്ക്കയും പൂവൊന്നും വേണ്ട, അതുകൊണ്ട് അതെടുത്ത് പിഴിഞ്ഞ് കളയാം. ബാക്കി നമുക്ക് ആ വെള്ളം മാത്രം മതി. വെള്ളവും അതിൻ്റെ ആ ഒരു മെഴുമെഴാന്നുള്ള സത്തും മതി. എന്നിട്ട് ഈ താളി ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഉലുവയും തേയിലയില്ലേ, അത് ഞാൻ നന്നായിട്ട് അരച്ച് പിഴിഞ്ഞും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു തുണി വെച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് ഉലുവയും തേയിലയും കൂടെ. അതാണ് ഈ കാണുന്നത്. അതിലോട്ട് നമുക്ക് ഈ താളി ഒഴിച്ച് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഹെയർ പാക്ക് കിട്ടും. സത്യം പറഞ്ഞാൽ ഈ താളി എന്ന് പറഞ്ഞാൽ മുടി നന്നായിട്ട് സ്ട്രോങ് ആക്കാനും ആ ഒരു ഉലുവയും തേയിലെന്ന് വെച്ചാൽ മുടി നന്നായിട്ട് ഞെരുക്കം വയ്ക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് നല്ല ഞെരുക്കമുള്ള മുടി പെട്ടെന്ന് വേണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ഹെയർ പാക്ക് ഇട്ട് നോക്കണേ. അതായത് ഹെയർ പാക്ക് ഇടുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോണത്. ഒന്നാമത്, നിങ്ങൾക്ക് നല്ല മുടി ഒഴിച്ചിലുള്ള ആളാണെങ്കിൽ നിങ്ങൾ ചില വീഡിയോയിലൊക്കെ ചിലർ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ കണ്ടിട്ടില്ലേ, ഇങ്ങനെ മുടി ഇങ്ങനെ തലതിരിച്ച് വെച്ചിട്ട്, അതായത് ഇൻവേർഷൻ മെത്തേഡ് പോലെ മുടി വച്ചിട്ട് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്യാനേ പാടില്ല കേട്ടോ. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മുടിയിൽ ഉടക്കായിട്ട് നമുക്ക് പെട്ടെന്ന് മുടി ഒഴിച്ചിൽ കൂടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. പകരം മുടി ഇതുപോലെ രണ്ടായിട്ട് വകഞ്ഞെടുത്തിട്ട് ഓരോ സെക്ഷനായിട്ട് മുടിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഞെരുക്കം വെക്കാനായിട്ട് ഭയങ്കരമായിട്ട് എളുപ്പമായിരിക്കും. കാരണം ഞാൻ ഇതാണ് ഏകദേശം 5 വർഷമായിട്ട് ചെയ്യുന്ന മെത്തേഡ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയർ പാക്ക് ഇങ്ങനെ തലയോട്ടിയിൽ മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ, മുടിയുടെ ലെങ്തിലോട്ട് അപ്ലൈ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഹെയർ പോറോസിറ്റി ശ്രദ്ധിക്കേണ്ടി വരുന്നത്. പലരും കമൻസിൽ എന്നോടത്ത് ചോദിക്കാറുണ്ട്, ലോ പോറോസിറ്റി ഉള്ളവർ എങ്ങനെയാണ് ഹെയർ പാക്ക് ഇടേണ്ടത്, ഹൈ പോറോസിറ്റി ഉള്ളവർ എങ്ങനെയാണ് ഇടേണ്ടത്. അതൊക്കെ ലെങ്തിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്നുള്ളൂ. സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മുടി വളർത്താനാണ് ഹെയർ പാക്ക് ഇടുന്നത്, അല്ലാണ്ട് പോറോസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു റെമഡി അല്ല ഹെയർ പാക്ക്. അതുകൊണ്ട് ലെങ്തിൽ അപ്ലൈ ചെയ്യേണ്ട. പക്ഷേ പ്രോട്ടീൻ പാക്കാണ് അല്ലെങ്കിൽ ഹെയർ സ്പാ പോലത്തെ പാക്കാണെങ്കിൽ നമുക്ക് ലെങ്തിലോട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിൽ ഓരോ സെക്ഷൻസും അപ്പോഴപ്പോഴേ തന്നെ ഉടക്കറുത്ത് പോവുക. അല്ലാണ്ട് കുളിക്കാൻ നേരത്ത് ഉടക്കറുത്താൽ നമുക്ക് മുടി ഒരുപാട് കൊഴിയും. അതുപോലെ തന്നെ കുളിക്കാൻ നേരത്ത് നമ്മൾ തല ഇങ്ങനെ കമഴ്ത്തി ഇട്ടിട്ട് ബാക്കിൽ നിന്ന് വെള്ളം ഒഴിച്ച് കുളിക്കരുത്. അങ്ങനെ ആകുമ്പോഴും മുടി ഒരുപാട് കൊഴിയും. നമ്മൾ മുടിയിൽ വെയിറ്റ് വരാതെ നോക്കണം. പ്രത്യേകിച്ച് മുടി ഒഴിച്ചിലുള്ളവർ ഒരു രീതിയിലും മുടിയിൽ ഹെയർ പാക്ക് കൊണ്ടോ അല്ലെങ്കിൽ വെള്ളം നനച്ചോ മുടിയിൽ വെയിറ്റ് വരുത്താതെ നോക്കണേ. ഈ ഒരു ഹെയർ പാക്കിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ദാണ്ട് തലയുടെ ഈ ഭാഗത്ത് തലയോട്ടി കാണാം, മുടി തീരെ ഉള്ളില്ല, പിന്നെ ആ ഭാഗത്തായിട്ട് ബാക്കിലൊക്കെ ആയിട്ട് ഉള്ളില്ല, അവിടെ ഒരു ചെറിയ ഏരിയയിൽ മാത്രം ഉള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ്സ് ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ പെട്ടെന്ന് മാറ്റാൻ വേണ്ടി ഹെയർ പാക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഞാൻ എൻ്റെ മുടിക്ക് ഉള്ളില്ലാതിരുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ളൊരു താളിയാണ് ഇത്. ഇതും പിന്നെ വേറൊരു ഉലുവയുടെ പാക്കുകൊണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഉറപ്പുള്ളൊരു പാക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ഒരു ഹെയർ പാക്ക് ഒരു അരമണിക്കൂർ തലയിൽ വെച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഷാമ്പു ഒന്നും ഇടാതെ തന്നെ കഴുകിക്കളയാം. ഒരു നാറ്റോ ഒന്നും ഇല്ലാത്തൊരു പാക്കാണ്. ജസ്റ്റ് തേയിലയുടെ മണം മാത്രമേ നമുക്ക് ഈ ഹെയർ പാക്കിനുള്ളൂ. ഈ വെക്കേഷൻ സമയത്ത് സൂപ്പറായിട്ട് റിസൾട്ട് തരുന്ന ഒരു പാക്കാണ്. 2 മാസം കൊണ്ട് നമുക്ക് ഉഗ്രനായിട്ട് റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ ബാക്കിയുള്ള നമുക്ക് എവിടെയൊക്കെയാണോ തിക്നെസ് കുറവ്, തലയോട്ടിയിലാണോ അല്ലെങ്കിൽ ചെവിയുടെ പിറകിലാണോ എവിടെയാണെന്ന് വെച്ചാൽ ഈ പാക്ക് അവിടെ കൂടുതലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരിക്കലും നമ്മൾ ഡെയിലിയുള്ള ഹെയർ മസാജ് സ്കിപ്പ് ചെയ്യരുത്. അത് ഇൻവേർഷൻ മെത്തേഡ് തന്നെ ചെയ്യണം. പിന്നെ എനിക്കിപ്പം ഈ പിരികത്ത് ഇത്തിരി ഗ്യാപ്പ് വീഴുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഹെയർ പാക്കൊക്കെ പിരികത്തും കൂടെ ഇട്ട് കൊടുക്കുന്നത്. മുടിയിൽ ഓയിലിംഗ് ചെയ്യണമൊക്കെ നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾ എന്നും ഹെയർ മസാജ് ചെയ്യണം, എന്നാലേ മുടി വളരത്തുള്ളൂ. പിന്നെ ഹെയർ പാക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം കൃത്യമായിട്ട് ഇട്ടിരിക്കണം.
ഞാൻ പറഞ്ഞില്ലേ താളി കുറച്ച് ബാക്കി വരുമെന്ന്, അത് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് സാധനം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അടുത്ത ഹെയർ പാക്ക് ഇടാൻ വേണ്ടിയിട്ട് പോണത്. അടുത്ത പാക്ക് എന്ന് പറയുന്നത് ഈ സ്കൂൾ പിള്ളേരൊക്കെ പ്രധാനമായിട്ട് നേരിടുന്ന സാധനമാണ് മുടി കൊഴിച്ചിലും മുടിയുടെ ഡാമേജും ഒക്കെ. അപ്പോൾ അത് അടിപൊളിയായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു പാക്കാണ് അടുത്ത അത് കാണിക്കാൻ വേണ്ടിയിട്ട് പോണത്. എന്നാൽ ഈ പാക്ക് ഇട്ടതിന് ശേഷം മാത്രം അടുത്ത പാക്ക് ഇടുക. കാരണം ഈ പാക്ക് ഇട്ട് നിങ്ങളുടെ റിസൾട്ടൊക്കെ അറിഞ്ഞിട്ട് വിശ്വാസം പറഞ്ഞെങ്കിൽ മാത്രം അടുത്ത പാക്ക് ഇട്ടാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.